പ്രിയരെ, കഴിഞ്ഞ എപ്പിസോഡിലെ കത്തനാര് കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. കത്തനാരും നമ്മുടെ യക്ഷിയും, കടമറ്റത്ത് കത്തനാര് എങ്ങനെയാണ് യക്ഷിയെ കീഴടക്കിയത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ രക്തയക്ഷിയെ കടമറ്റത്ത് കത്തനാർ കീഴടക്കിയത് എന്നതാണ്. ഓക്കെ, രക്തയക്ഷിയുടെ കീഴടങ്ങൽ എങ്ങനെയായിരുന്നു എന്നറിയണ്ടേ നിങ്ങൾക്ക്? യക്ഷിയുടെ പിന്നാലെ പുറപ്പെട്ട കത്തനാർ അല്പനേരം വഴിയിൽ നിന്ന് എന്തോ ആലോചിച്ചു. അതായത് നമ്മുടെ അമ്മായിയുടെ കയ്യിൽ നിന്നും കുതറി പോയല്ലോ. അമ്മായി നെറ്റിയിൽ തറച്ചിരുന്ന കാരമുള്ള് അത് ഊരി മാറ്റിയപ്പോഴേക്കും ഇവരുടെ പെണ്ണായ അമ്മായിക്ക് സഹായിയായി നിന്ന് ഈ പെണ്ണിൻ്റെ രൂപവും ഭാവവും മാറി വളരെ ഭീകരയായ ഒരു യക്ഷിയായിട്ട് അവരവിടുന്ന് ഓടിപ്പോവുകയായിരുന്നു. ഇവരുടെ ഓട്ടം എങ്ങോട്ടാണെന്നറിയാനായിട്ട് പിറ്റേ ദിവസം അവിടെ എത്തിയ കടമറ്റത്ത് കത്തനാരും അവരെ തിരക്കി ഇറങ്ങി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ യക്ഷിയുടെ പിന്നാലെ പുറപ്പെട്ട് കത്തനാർ അല്പനേരം വഴിയിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചു വന്നു. അവൾ വടക്കോട്ടാണ് പോയിരിക്കുന്നതെന്ന് ലക്ഷണം കണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി. അദ്ദേഹം ഭയങ്കര മാന്ത്രികനാണല്ലോ. അങ്ങനെ കത്തനാർ തിടുക്കത്തിൽ വടക്കോട്ട് നടന്നു. വളരെ വേഗം നടന്ന് മാന്നാത്ത് പുഴക്കടവിലെത്തിയിരുന്ന രക്തയക്ഷി മാന്നാത്ത്, അന്ന് മാന്നാറ് എന്നുള്ള ഈ സ്ഥലത്തിന്, തിരുവല്ല മാന്നാറ് ആ ഭാഗം മാന്നാത്ത് എന്ന പേരിൽ ആ ഒരു രീതിയിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ മാന്നാത്ത് പുഴക്കടവിലെത്തിയിരുന്ന രക്തയക്ഷി അവിടുത്തെ കടത്തുകാരനെ പ്രലോഭിപ്പിച്ച് വള്ളത്തിൽ കയറി. എന്നിട്ട് പനയന്നാർക്കാവ് കടവിൽ ഇറങ്ങുന്നത് ഇക്കരെ കടവിലെത്തിയിരുന്ന കത്തനാർ കണ്ടു. എങ്ങനെയുണ്ട്? ഒരു പെണ്ണിൻ്റെ രീതിയിൽ അവിടുത്തെ കടത്തുകാരനെ പ്രലോഭിപ്പിച്ച് അയാളോടൊപ്പം കൂടി വള്ളത്തിൽ കയറി പനയന്നാർക്കാവ് കടവിലിറങ്ങുന്നതാണ് ഇക്കരെ നിൽക്കുന്ന നമ്മുടെ കത്തനാർ കാണുന്നത്. ഓഹോ, നീ അത്രയ്ക്ക് കേമിയാണെങ്കിൽ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് കത്തനാരും തീരുമാനിച്ചു. ഇക്കരെ നിന്നിരുന്ന കത്തനാർ തൻ്റെ ദിവ്യശക്തി കൊണ്ട് യക്ഷിയുടെ മാർഗം സ്തംഭിപ്പിച്ചു. അന്ന് ആ പുഴക്കടവിൽ നീ ഒരു വള്ളവും അതിലൊരു കടത്തുകാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വള്ളവും വള്ളക്കാരനും അക്കരെ കടവിലുമായി പോയി. അത് തിരിച്ചു വരുന്നതുവരെ കാത്തു നിൽക്കുവാൻ കത്തനാർക്ക് സമയമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ അടുത്ത് കാണപ്പെട്ട വാഴയിൽ നിന്ന് കത്തനാർ ഒരു തൂശനില മുറിച്ചെടുത്തു. അപ്പോൾ കത്തനാർ നോക്കുമ്പോഴേക്കും വള്ളവും വള്ളക്കാരനും അങ്ങ് പോയി. പിന്നെ ആ കടവിൽ വള്ളമില്ല. അപ്പോൾ പുറകെ പോകാൻ കത്തനാർക്ക് വള്ളം പിന്നെ കുറേ നേരം കാത്തു നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. കത്തനാരുടെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഒരു തൂശനില മുറിച്ചെടുത്തു. അത് കടത്തുവള്ളമാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പുഴയിലങ്ങ് സമർപ്പിച്ചു. ആ തൂശനിലയിൽ കയറി നിന്ന കത്തനാർ വളരെ വേഗത്തിലാണ് അക്കരെ എത്തിച്ചേർന്നതും കത്തനാരുടെ സ്തംഭന വിദ്യയിൽ അകപ്പെട്ടു പോയിരുന്ന യക്ഷി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താണ് നിൻ്റെ ഉദ്ദേശം? എവിടേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്? കരക്കിറങ്ങിയ കത്തനാർ യക്ഷിയോട് ചോദിച്ചു. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? ഞാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാ തിരക്കുന്നേ? അസഹ്യതയോടുകൂടി യക്ഷി മറുപടിയും പറഞ്ഞു. എന്തിനെന്നോ? ധിക്കാരം പറയരുത്. നീ എങ്ങും പോകാൻ ഞാൻ അനുവദിക്കില്ല. കത്തനാരുടെ മറുപടിക്ക് ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. എൻ്റെ വഴിമുടക്കുന്നതിന് നിങ്ങൾക്ക് അധികാരം ആരാ തന്നിരിക്കുന്നേ? യക്ഷിയുടെ ചോദ്യത്തിന് കോപം സ്ഫുരിച്ചു നിന്നിരുന്നു. എൻ്റെ അധികാരം ദൈവകൽപ്പിതമാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല, അധികാരവുമില്ല. കത്തനാരുടെ മറുപടി കർക്കശമായിരുന്നു. എൻ്റെ സ്വാതന്ത്ര്യത്തിന് തടയിടുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ളവരെല്ലാം ഞാൻ വകവരുത്തിയിട്ടുമുണ്ട്, യക്ഷി കോപത്തോട് പറഞ്ഞു. ഓഹോ, ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞുപോയ കഥകളാണ്. കത്തനാർ ഉറച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞു. എന്നുവെച്ചാൽ? ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ യക്ഷി കത്തനാരോട് ചോദിച്ചു. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, മനുഷ്യ സംഹാരമേ അവസാനിപ്പിച്ച് നീ മനുഷ്യരെ സംഹരിക്കാൻ വേണ്ടി നടക്കുമല്ലേ. അതുകൊണ്ട് അതെല്ലാം അവസാനിപ്പിച്ച് എവിടെയെങ്കിലും ശാന്തയായി കഴിഞ്ഞു കുടികൊള്ളണമെന്നാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പാഠം പഠിപ്പിക്കും നിന്നെ. തുണ്ടം തുണ്ടമായിട്ട് അറുത്ത് ഞാൻ നിന്നെ ഹോമിച്ച് കളയും. ഓഹോ, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്പനേരത്തെ മൗനത്തിന് ശേഷം യക്ഷി കത്തനാരോട് ചോദിച്ചു. അക്രമ പ്രവണതകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അതിൽ നിന്നും മാറി നിൽക്കണം. അപ്പോൾ അക്രമ പ്രവണതകളിൽ നിന്നും നിനക്ക് മോചനം നൽകുവാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് നിന്നെ സ്തംഭനാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഇത്രയും ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്.
മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഹോമിച്ചു കളയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഏതൊരു നികൃഷ്ട ജീവിയെയും ഇല്ലാതാക്കുന്നതിന് എനിക്ക് കഴിയും. അത് നീ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ മാത്രമല്ല, ഒരു നികൃഷ്ട ജീവിയെന്ന് കണ്ടാൽ അതിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് അവർക്ക് അല്പസമയം ഒന്ന് മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി കൊടുക്കും. അപ്പോൾ അത് നിനക്ക് അനുവദിച്ചു തന്നു. അതുകൊണ്ട് അത് ദൈവകൽപ്പിതമായി കണ്ടുകൊണ്ട് ആ പരിഗണന നിനക്കും ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു മാത്രം. നിനക്കിഷ്ടമുള്ള മാർഗം തിരഞ്ഞെടുക്കാം. ഇല്ലാതാകുവാൻ ആഗ്രഹിക്കുന്നുവോ, അതോ ശാന്തസ്വരൂപിണിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? ഏതാണ് നിനക്ക് വേണ്ടത്? അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടതും. കത്തനാരുടെ മുഖത്തെ രൗദ്രഭാവവും എന്തും പ്രവർത്തകമാകുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രശക്തിയും സർവോപരി അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യവും ആ രക്തയക്ഷിയെ വല്ലാതെ സ്വാധീനിച്ചു. ഇനി മേലാൽ ആരെയും ഉപദ്രവിക്കാതെ ശാന്തശീലയായി ഞാൻ ഇവിടെ കഴിഞ്ഞുകൊള്ളാം. തൻ്റെ സമ്മതം യക്ഷി കത്തനാരെ അറിയിച്ചു. അതുപോരാ, യക്ഷികൾ സത്യം ലംഘിക്കാത്തവരാണെന്നും വാക്കു പാലിക്കുന്നവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ദൈവനാമത്തിൽ നീ സത്യം ചെയ്താലേ എനിക്ക് വിശ്വാസമാവുകയുള്ളൂ. സത്യം, സത്യം, സത്യം. ഞാൻ ഇന്ന് മുതൽ ആരെയും ഉപദ്രവിക്കാതെ അദൃശ്യയായി ഇവിടെ കഴിഞ്ഞുകൊള്ളാമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു കൊള്ളുന്നു. ഞാൻ ഇനി മുതൽ ആരെയും ഉപദ്രവിക്കില്ല എന്ന തരത്തിൽ ഈ രക്തദാഹിയായ യക്ഷി സത്യം ചെയ്തു എന്നതാണ്. അതാ അവിടെ ക്ഷേത്രനടയിൽ കാണുന്ന കരിമ്പനയിൽ അദൃശ്യയായി നിനക്ക് വസിക്കാവുന്നതാണ്. നിനക്ക് വേണ്ടുന്ന അന്നവും വെളിച്ചവും അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ പനയന്നൂർക്കാവ് ഭദ്രകാളി ക്ഷേത്രനടയിലെ കരിമ്പനയിൽ പരിമലയക്ഷി അന്തേവാസിയായി. അതിനുശേഷം അവൾ ആരെയും ഉപദ്രവിച്ചതായി ചരിത്രമില്ല. ദേശപ്പേരിനെ ആസ്പദമാക്കി പരിമലയക്ഷിയെ പനയന്നൂർക്കാവിലെ യക്ഷിയെന്ന് സംബോധന ചെയ്തു വരുന്നവരും ഇന്ന് ധാരാളമുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പനയന്നൂർക്കാവിലെ യക്ഷിയുടെ കഥ? അപ്പോൾ പനയന്നൂർക്കാവിൽ യക്ഷിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ വിശദമായ കഥ എത്ര പേർക്ക് അറിയാവുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. കാരണം കത്തനാരുടെ ആ മാന്ത്രിക വിദ്യയിൽ അലിഞ്ഞുപോയ യക്ഷി ഇന്ന് പനയന്നൂർക്കാവിലെ അവിടുത്തെ കരിമ്പനയിലെ തികച്ചും അദൃശ്യയായി അവിടെ കുടികൊള്ളുന്നു എന്നത്, ഉഗ്രരൂപം വെടിഞ്ഞ് അദൃശ്യയായി ശാന്തസ്വരൂപിണിയായി അവിടെ കുടികൊള്ളുന്നു എന്നത് എത്ര പേർക്ക് അറിയാവുന്നത്? അപ്പോൾ അങ്ങനെ യക്ഷിയുടെ കഥ ഇതാ നിങ്ങളിലേക്ക്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പോരുന്നേ എൻ്റെ കൂടൊപ്പം. താങ്ക് യു.